വാട്സ്ആപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് പ്ലെയറസ് ഫാൻഡം യൂട്യൂബ് ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ഈ ഒരു വീഡിയോ ഒരു 10 മിനിറ്റെങ്കിലും കാണും. നിങ്ങൾ ഈ 10 മിനിറ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു ചാനൽ സബ് ചെയ്തിട്ടില്ലേ, ദയവായി ഒന്ന് സബ് ചെയ്തിരിക്കുക. അന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചാലഞ്ചസ് തന്നാൽ നമ്മൾ പറ്റുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ലൈക്കൊക്കെ ചെയ്തേക്കണം, ലൈക്കൊക്കെ അടിച്ച് പൊട്ടിക്കുക, പിന്നെ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക. അപ്പം വീഡിയോ എല്ലാം കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ സ്പോണായപ്പോൾ കണ്ടു. അങ്ങനെ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഈ എന്ന് പറയുന്ന ഒരു കീവേഡ് അടിച്ചപ്പം നമ്മുടെ ഒരു സാധനം ഓപ്പൺ ആയപ്പം അതിനകത്ത് കല്ലും മണ്ണും സെർച്ച് ചെയ്യാനുള്ള എന്തും കിട്ടും. അങ്ങനെ ഞാനത് അവിടുന്ന് കുറച്ച് ഡേർട്ട് എടുത്തു. അങ്ങനെ കുറച്ച് വീട് ഡേർട്ട് വെച്ച് പണിതു. അങ്ങനെയൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് നീങ്ങി നോക്കിയപ്പോൾ നമ്മൾ അപ്പുറത്തായിട്ടൊരു വില്ലേജ് ഇരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞാൻ വില്ലേജിലെ വിളകളൊക്കെ എൻ്റെ വീട്ടിലേക്ക്, ഞാൻ ഉണ്ടാക്കിയ ഡേർട്ട് വെച്ചുണ്ടാക്കിയ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ശേഷം ഞാൻ അവിടെ ഒരു വില്ലേജേഴ്സിന് താമസിക്കാൻ പറ്റിയ ഒരു വീട് പണിതു. അപ്പം വില്ലേജേഴ്സിനെ എങ്ങനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വില്ലേജേഴ്സിനെ കൊണ്ടുവന്നത് സമ്മൺ വില്ലേജർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് അടിച്ചാണ്. ഞാനത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇതിൽ അടിച്ചില്ലെങ്കിൽ എനിക്കത് കിട്ടത്തില്ല. എല്ലാ ഗെയിമിനും, എല്ലാ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിമിനും വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിന് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു ബാറ് പോലത്തെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന അടിച്ചിട്ട് സ്മോൾ ആയിട്ടുള്ള സമ്മൺ അടിക്കുക. ശേഷം ഷിഫ്റ്റ് അടിച്ചിട്ട് വലുതാക്കിയിട്ട് ബാക്കിയെല്ലാം സ്മോൾ ആയിട്ടുള്ള എഴുതുക, വില്ലേജർ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു വില്ലേജറിനെ കിട്ടും. ആ വില്ലേജർ ഇറങ്ങി ഓടായിരിക്കാൻ വേണ്ടി ഞാനൊരു വില്ലേജറിന് താമസിക്കാൻ പറ്റിയ റൂം ഉണ്ടാക്കി. ആ റൂമിൽ ഇവരെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 20 ബെഡും 10 വില്ലേജറും ഉണ്ടെങ്കിൽ നമുക്ക് പ്രകൃതിദത്തമായിട്ട് ഒരു അയൺഗോളം ഉണ്ടാവും ഗൈസ്. അങ്ങനെ അയൺഗോളം ഉണ്ടായി. 2 അയൺഗോളം ഞാൻ ഉണ്ടാക്കി. 20 വില്ലേജർ, 20 ബെഡ്റൂമും അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അയൺഗോളം 2 3 ഒക്കെ ആയി. അങ്ങനെ നമ്മൾ ഒരു അയൺ ഫാം തന്നെ തുടങ്ങുന്ന പോലെയായി. അതിനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ അയൺ കിട്ടും ഗൈസ്. അങ്ങനെ അയണൊക്കെ ശേഖരിച്ച് വരുമ്പോഴായിരുന്നു ആ ഒരു സങ്കടം പുറത്ത് വന്നത്. നമ്മുടെ വില്ലേജിൽ നമ്മൾ പുതിയ വീട് പണിയാൻ പോയ നമ്മുടെ ഡേർട്ട് വെച്ചുണ്ടാക്കിയ വീട് കളഞ്ഞിട്ട് അങ്ങനെ സങ്കടസിക്കാൻ ഞാൻ വില്ലേജിൽ പോയി ഒരു വീട് പണിതു. അങ്ങനെ ആ ഒരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വില്ലേജിൽ ഞാനൊരു 6 നില കെട്ടിടത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്. അങ്ങനെ ഞാൻ അന്ന് കട്ട് ചെയ്യട്ടെ ഗൈസ്. കട്ട് ചെയ്യണ്ട, എന്നാൽ നിങ്ങൾ കണ്ടോളൂ, എനിക്കപ്പോൾ വോയിസ് ക്ലിപ്പും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ കുറെ തീക്കോലൊക്കെ വെച്ചിട്ട്, തീക്കോലല്ല ടോർച്ചൊക്കെ വെച്ചിട്ട് നമ്മളെ വീടിന് വെളിച്ചം കൂട്ടിയെടുത്തു. വീടിനകത്ത് ഇരുണ്ട് കറുത്ത് കഴിഞ്ഞാൽ അവിടെ സോംബികളും എൻ്റർമാനും ഒക്കെ സ്പോണാവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഒരു ലൈറ്റൊക്കെ പിടിപ്പിച്ചു. ശേഷം ഞാനവിടെ കെട്ടി റൂഫൊക്കെ പണിഞ്ഞു. ശേഷം അവിടെ ഫെൻസിൻ്റെ ഗേറ്റും വെച്ച് ഞാനവിടെ ഒരു കോഴി ഫാം തുടർന്നു. അപ്പം എനിക്കവിടെ നിന്ന് കോഴിമുട്ട കിട്ടിയപ്പം ഞാനതെടുത്ത് ആകാശത്തേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ കോഴിക്കുഞ്ഞ് പുറത്തു വന്നു. പിന്നെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നു. ആ കോഴിമുട്ട എന്തുവാ കയ്യിൽ നിന്ന് കളയാൻ വേണ്ടി ഞാൻ ക്യൂ ഞെക്കാൻ കഴിഞ്ഞിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു. അങ്ങനെ ഞാൻ കോഴിമുട്ട ഉണ്ടാക്കാൻ പഠിച്ചു. കോഴിമുട്ട ഒന്ന് കോഴിക്കുഞ്ഞുണ്ടാക്കി പൊട്ടിച്ചാൽ കോഴിക്കുഞ്ഞ് വരും എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അവരെ ഈ സീഡ്സ് കാണിച്ചിട്ട് അവരെ വിളിച്ചു ഒരു കോഴി ഫാം തുടങ്ങി. അവിടെ നിന്ന് വില്ലേജേഴ്സിന് ഞാൻ മുട്ട കൊടുത്തു. അവന്മാരെനിക്ക് എമറാൾഡും തേങ്ങയും തന്നു.
അത് ഞാൻ എടുത്തു, എന്തൊക്കെ ചെയ്തു, നെതറിൽ പോയി സോംബികളെ വേട്ടയാടി. പിന്നെ മറ്റേ സ്കെൽട്ടനെയൊക്കെ ഞാനും മറ്റേ അയണ്ണും അല്ല ബോയൊക്കെ വെച്ച് കൊന്നു. അങ്ങനെ ഒത്തിരി 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 ലോട്സ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു. അപ്പം അതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് പോകണം ഗായ്സ്. അതിന് നിങ്ങളൊന്ന് സബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ സബ് ചെയ്ത് വെച്ചാൽ ഇനിയും ആ പാർട്ട് 6 പാർട്ട് വീഡിയോ ഉണ്ട്. 6 പാർട്ടിൽ 6ാമത്തെ പാർട്ടാണ് ഫൈനൽ പാർട്ട്. അപ്പോൾ അത് കാണാൻ നിങ്ങൾ മറക്കല്ല്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ച് വെച്ചേക്കുക. ഒരു 200 ലൈക്കും നമ്മളെ റോഡ് ടു 200 സബ്ബുമാണ്. അപ്പം നിങ്ങളതൊക്കെ ചെയ്യാൻ എന്നെ സഹായിക്കണം. ഓക്കെ, അപ്പം 10 മിനിറ്റൊക്കെ അടുപ്പിച്ചാകുമ്പോഴത്തേക്കും നമ്മുടെ 1ാം പാർട്ട് കഴിയും. നമ്മുടെ ഒരു മറ്റേ സെക്കൻഡ് സംഭവമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പണ്ടാരം. ആ ചാനലിൽ ഒരു വീഡിയോ പോലും എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം അത് ഈ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് കൂട്ടുകാരന്മാരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. ഞാൻ അങ്ങോട്ടൊക്കെ അമ്മമാരുടെ വീട്ടിലേക്കൊക്കെ പോയ കാരണം ഈ സെക്കൻഡ് ചാനലിൽ ഒരു വീഡിയോ പോലും ഇടാൻ പറ്റിയില്ല ഗൈസ്. ആ സെക്കൻഡ് ചാനൽ ഇങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ലാപ്പിൽ കയറിയിട്ട് ഫോണിലേക്ക് അതിൻ്റെ പാസ്വേഡ് കോപ്പി ചെയ്ത് എൻ്റെ ജിമെയിൽ കോപ്പി എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ എടുത്തു എന്തുവാ ലോഗിൻ ചെയ്തിട്ട് വേണം എനിക്ക് പിന്നെ സെക്കൻഡ് ചാനലിലേക്ക് പോകാൻ. അപ്പം ഞാൻ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പറ്റുമായി കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങളൊന്ന് സബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ് ചെയ്യുക. അപ്പം സെക്കൻഡ് ചാനലും ഉണ്ട്. എനിക്ക് എന്തോ ഫാൻഡം അതൊരു സെക്കൻഡ് ചാനലുണ്ട്. നിങ്ങൾ വേറെ ആരുടെങ്കിലും പോയി സബ് ചെയ്യണതിൽ ഞാൻ എൻ്റെ ഈ അക്കൗണ്ടിൽ കൊടുത്തിരുന്ന അതേ പ്രൊഫൈൽ ഫോട്ടോയാണ് മറ്റേ എൻ്റെ സെക്കൻഡ് ചാനലും കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് മാത്രം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് സബ് ചെയ്യാവുള്ളൂ. വേറെ ആർക്കെങ്കിലും സബ് പോയാൽ ഞാൻ എന്തോ ചെയ്യും? അവർക്കല്ലേ സബ് പോകുള്ളൂ, നമുക്ക് അറിവില്ലല്ലോ. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇന്ന് 26 28-നുള്ളിനകത്ത് ഞാൻ കൊടുത്തിരിക്കും. അപ്പം ആ ഒരു സെക്കൻഡ് ചാനൽ ലിങ്ക് അപ്പം അതൊന്ന് സബ് ചെയ്യാൻ പറ്റുന്നതൊന്ന് പോയി സബ് ചെയ്യണം. അപ്പം മറ്റേ നമ്മൾ 200 സബിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു 130 പേരും കൂടെ നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ആർക്കെങ്കിലും പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഇതെൻ്റെ ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങൾ സബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5K സബ് ആയാൽ എനിക്ക് നിങ്ങളോട് ഗീവ് അവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് 5K എന്ന് പറയുമ്പോൾ 5000 സബ് അത് നിങ്ങൾ ആക്കേണ്ട നിങ്ങളുടെ കടമയാണേ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഗീവ് അവേ ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് തരും അത് തരാനുള്ള എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് അല്ല, ക്രിയേറ്റ് ചെയ്യാനുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ സബ് ആക്കി തന്നാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ കമൻറ്റ് പിക്കർ വഴി ഞാനത് പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അത്ര സബ്ബാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ആ ഒരു പറയുന്ന മാസത്തിൽ ഞാൻ ആ വീഡിയോ ഇടുന്നൊരു മാസത്തിൽ എല്ലാ വീഡിയോയിലും നിങ്ങൾ ആക്റ്റീവായിരിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ സൂപ്പർ സപ്പോർട്ടർ ആയിരിക്കണം. കാരണം സൂപ്പർ സപ്പോർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാണ്. ഒരു പകുതി വീഡിയോയെങ്കിലും ലൈക്ക് ചെയ്താൽ മതി. അപ്പം അത് ചെയ്യണം. പിന്നെ സബ് ചെയ്യണം. പിന്നെ നമ്മളെ ഷെയറൊക്കെ ചെയ്ത് പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കണം. എന്നാലൊക്കെ മാത്രമേ നിങ്ങൾക്ക് ഗീവ് അവേയിൽ കമൻറ്റ് പിക്കർ വഴി ഞങ്ങളെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന ആൾക്ക് ഞാൻ ഗീവ് അവേ ആയിട്ട് ഇന്ന ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുന്നതാണ്. അത്രയ്ക്കും മോശമൊന്നുമല്ല, എന്നാലും ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങളും അതിൽ ആളുകളായി മാറിയേക്കാം. അങ്ങനെ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് പവറാക്കും വെച്ചമ്മരെ. നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു. അപ്പം ഇതും കൂടെ ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂലേ വെച്ചാമരെ. അപ്പം
പാർട്ട് 2 നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ട് 2 കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് വെക്കുക. അപ്പം എല്ലാവർക്കും പാർട്ട് 2 സ്വാഗതം സ്വാഗതമല്ല, പാർട്ട് 2 വെൽക്കം. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്.